വെൽക്കം ബാക്ക് ടു ഗാഥാസ് കലാഹട്ട്. ഇത് നമ്മുടെ ദിവാലി സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ദിവാലി സ്വീറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. പക്ഷേ സാധാരണ കിട്ടുന്ന ഗുലാബ് ജാമുനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണ് ഞാനിന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഗുലാബ് ജാമുൻ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് വെച്ചിട്ടാണ്. വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഓട്സ് ഗുലാബ് ജാമുൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് കിച്ചണിൽ പോയിട്ട് എങ്ങനെയാണ് ഓട്സ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഈ ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഓട്സ് ആണ്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. ഓട്സിൻ്റെ പകുതി അളവ് പാൽപ്പൊടി മതിയാകും. ഇനി നമുക്ക് ഈ ഓട്സ് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഫൈനായിട്ട് നമുക്ക് ഓട്സ് പൊടിഞ്ഞു കിട്ടണം. നമുക്കിനി ഈ ഓട്സ് പൊടിയിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ഓട്സ് പൊടിക്ക് 1 കപ്പ് പാൽപ്പൊടി എന്നതാണ് കണക്ക്. നമുക്ക് ഈ ഓട്സ് പൊടിയും പാൽപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ കുക്കിംഗ് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ഓട്സ് പൊടി കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് കുക്കിംഗ് ഓയിലും കൂടെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുഴച്ചെടുത്ത മാവ് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ഓരോ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാൻ വളരെ കുറഞ്ഞ അളവ് എണ്ണയിലാണ് ഇത് പാചകം ചെയ്തെടുക്കുന്നത്. ഈ ഓട്സ് ഉരുളയുടെ ഒരു വശം നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകണം. ഓട്സ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് അല്പം കട്ടിയുണ്ടായിരിക്കും ഓരോ ഉരുളയ്ക്കും. അതുപോലെ തന്നെ വെന്ത് വരാനും അല്പം സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ തീയ് സിമ്മാക്കി വെച്ചിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ ബോൾസ് തയ്യാറായിട്ടുണ്ട്. അത്ര എണ്ണ തന്നെ മിച്ചമുണ്ട്. വളരെ കുറച്ച് എണ്ണയേ ചിലവായിട്ടുള്ളൂ. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഒന്നുകിൽ ഏലക്കയോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഓരോ ജാമുൻ ബോൾസുമായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഓട്സ് കൊണ്ടുണ്ടാക്കിയതുകൊണ്ട് ഇത് അലിഞ്ഞു വരാൻ അല്പം സമയമെടുക്കും. ഞാനിത് ഓവർനൈറ്റ് ഷുഗർ സിറപ്പിനകത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് യൂസ് ചെയ്തത്. ഓട്സ് ആണെന്ന് പറയുകയില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹാപ്പി ദിവാലി.